നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മുടെ മുഖം എങ്ങനെ ക്ലിയർ ആക്കാം, നല്ലൊരു ക്ലെൻസിങ്ങും ഡെയിലി നമുക്ക് രാവിലെ ഇത് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് രാവിലെ സമയം കിട്ടാത്തവരാണെന്ന് വെച്ചാൽ രാത്രി കാണിച്ചാലും കിടക്കണതിന് മുമ്പ് ഇത് ഞാൻ ഈ പറഞ്ഞു തരണ പോലെ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ മുഖം എന്നും അഴുക്കില്ലാതെയും അതുമാതിരി തന്നെ ഇത് ഡെയിലി ചെയ്യണതിലൂടെ നമ്മുടെ മുഖത്തിൻ്റെ കളറ് നമുക്ക് നല്ല ഒന്ന് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും. നല്ലപോലെ വെളുക്കും തന്നെ പറയാം നമുക്കിത്. അപ്പോൾ ഇതിലാകെ രണ്ട് ഇൻഗ്രീഡിയൻസേ വേണ്ടുള്ളൂ. ഇതൊരു ജെല്ലാണ്. അപ്പോൾ ഇതാണ് ജെല്ല്. അപ്പോൾ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ച് ഈ ജെല്ല് എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് നമുക്ക് കാണാം. പക്ഷേ അതിന് മുമ്പ് നമുക്ക് ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് കണ്ടാലോ. അപ്പോൾ ഇത് നല്ലപോലെ ഞാൻ മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ട് സാധനമേ ഉള്ളൂ. ഇതിങ്ങനെ നമ്മൾ കയ്യിലെടുക്കുക. കയ്യിലെടുത്തതിന് ശേഷം ഈ ജെല്ല് മുഖത്ത് ഒരു മസാജ് കൊടുക്കണം. ഡെയിലി ചെയ്യാം കേട്ടോ. ഇപ്പോൾ രണ്ട് കൈയിലും കൂടി ആക്കി നമുക്കിത് മുഖത്ത് കഴുത്തിലും കയ്യിലും ഒക്കെ കൊടുക്കാം കേട്ടോ മസാജ്. മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നത് തന്നെയാണ്. കുങ്കുമം ആയതുകൊണ്ട് നെറ്റിത്തെ പൊട്ടിൻ്റെ ആ ഒരു കളർ ഉണ്ട് എന്നുള്ളൂ കേട്ടോ. മുഖം നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു മസാജ് കൊടുക്കുക. ഇത് ഒരൊറ്റ വട്ടത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു വട്ടത്തേക്ക് ഇന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ഫ്രിഡ്ജിൽ വെക്കാനൊന്നും നിൽക്കണ്ട. അത് കഴിഞ്ഞ് നിങ്ങൾ പിറ്റേ ദിവസം ഉണ്ടാക്കുക. കഴുത്തിലും കയ്യിലും ഒക്കെ ഇത് വെച്ച് നല്ലൊരു മസാജ് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കഴുത്തിക്കും കൈക്കും വേണ്ടി മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കഴുത്തിക്കും മുഖത്തേക്കും വേണ്ടി മാത്രമേ എടുത്തിട്ടുള്ളൂ. കൈക്കൊക്കെ നിങ്ങൾ ഇതുപോലെ മസാജ് ചെയ്യാൻ ആഗ്രഹിക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ചും കൂടി എടുക്കണം കേട്ടോ, രണ്ട് കൈക്കും കൂടി. ഇപ്പം ഞാനിപ്പോൾ നല്ലൊരു മസാജാണ് കൊടുത്തത്. നിങ്ങൾക്കിത് ടൈമുള്ളതിനനുസരിച്ച് 5 മിനിറ്റ് വരെ നിങ്ങൾക്കിത് ചെയ്യാം. നല്ല സോഫ്റ്റായിട്ട് നമ്മളെ മുഖം അങ്ങോട്ട് വലിച്ച് കീറും മാതിരിയൊന്നും ചെയ്യരുത്. നല്ല സോഫ്റ്റായിട്ടുള്ള മസാജ്. ഇത് നമ്മൾ ഡെയിലി ചെയ്യണതിലൂടെ നമ്മുടെ സ്കിൻ എന്നും നല്ല തിളക്കത്തോടു കൂടി എന്നും നമുക്ക് മുഖത്തിൽ നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നുന്നു. ഒരു കളറ് മെല്ലെ മെല്ലെ നമുക്ക് വന്നു. നല്ലൊരു ഗ്ലോ ആണ് മുഖത്തിന് എപ്പോഴും. നമ്മളിത് ചെയ്യുമ്പോൾ തന്നെ ആൾക്കാർ ചോദിക്കും പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, നല്ലൊരു ഗ്ലോ ഉണ്ടല്ലോ മുഖത്ത് എന്നുള്ളത്. കാരണം ഞാനിത് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ അനുഭവമാണ് ഞാൻ പറയണത് കേട്ടോ. ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ ചെയ്യാറില്ല. അപ്പോൾ ഇപ്പോൾ പിന്നെ സ്റ്റാർട്ട് ചെയ്തു. കാരണം ചൂട് തുടങ്ങി നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും എനിക്കുണ്ടല്ലോ ഈ വിയർപ്പ്, ഭയങ്കര വിയർപ്പാണ്. ഒക്കെ ഇങ്ങനെ വിയർത്ത് ഒലിച്ചു പോകും. നമ്മൾ അഥവാ പുറത്തേക്ക് എന്തിനെങ്കിലും പോയി വരുമ്പോഴേക്കും അതൊക്കെ വിയർത്ത് പോയിട്ടും ഉണ്ടാവും. സ്കിന്നിൽ ആ ഒരു ടാൻ അടിച്ച പോലെ കരുവാളിപ്പായിരിക്കും നല്ലോണം. അപ്പോൾ ഈ സമയത്ത് ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു കരുവാളിപ്പിന് ഒരു വ്യത്യാസം ഉണ്ടാവും. ഇത് 2 നേരം ചെയ്യണവർക്ക് 2 നേരം ചെയ്യുക. അത്ര നല്ല സാധനമാണ് കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യുക വെച്ചുകൊണ്ട് പറഞ്ഞാൽ രാവിലെ ചെയ്യും. അഥവാ പുറത്ത് എവിടെയെങ്കിലും പോയി വന്നു നമ്മൾ മുഖം കഴുകുമല്ലോ, കഴുകുന്ന സമയത്ത് പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ മുഖത്തൊരു മസാജ് കൊടുക്കും. അതിന് ശേഷം ചിലപ്പോൾ പഞ്ഞി വെച്ച് തുടച്ചെടുക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ മുഖത്ത് അഴുക്കും കൂടി ഉള്ളത്. നമ്മൾ പുറത്തൊക്കെ പോയി വരുമ്പോൾ നല്ലപോലെ അഴുക്കും കൂടി ഉണ്ടാവും നമ്മുടെ മുഖത്ത്. വിയർത്ത് കുളിച്ചതിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടാവും. നല്ലച്ച പിന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് നല്ല വെള്ളം കൊണ്ട് അങ്ങോട്ട് കഴുകി കളയുക. അങ്ങനെ ചെയ്താലും മതി. ഇപ്പോൾ ഞാൻ മുഖത്ത് മുഴുവനും ഇട്ടു, കഴുത്തിലും ഇട്ടു നല്ലൊരു മസാജ് കൊടുത്തു. ഇത് നമുക്കിനി ഇങ്ങനെ വിടുകയെന്ന് വെച്ചാൽ ഇങ്ങനെ വിടുക. നിങ്ങൾക്ക് ടൈമുള്ളതിനനുസരിച്ച് ചെയ്യുക. അല്ല നിങ്ങൾക്ക് ഇത് മസാജ് കൊടുത്തതിന് ശേഷം കഴുകി കളയാന്ന് വെച്ചാൽ കഴുകി കളയുക, ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇത് മസാജ് കൊടുത്തു കഴിഞ്ഞു. ഉണങ്ങണമൊന്നുമില്ല. ഉണങ്ങുന്നതിന് മുമ്പ് ഉണങ്ങിയിട്ട് ഞാൻ കഴുകി കളയാറുണ്ട്. ഉണങ്ങുന്നതിന് മുമ്പും ഉണങ്ങിയതിന് ശേഷം ഒക്കെ കഴുകി കളയാനുള്ള ആളാണ് ഞാൻ. ഇപ്പം ഞാൻ തേച്ചിട്ടുള്ളൂ, ഉണങ്ങിയിട്ടില്ല.
അപ്പോൾ ഉണങ്ങണതിന് മുമ്പ് കഴുകിയിട്ട് ഇതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് കണ്ടിട്ട് വരും. അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടുന്നുണ്ട്, എൻ്റെ പേര് ദീപാർണ. നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ സപ്പോർട്ടും ചെയ്യണം. അപ്പോൾ ഞാനത് കഴുകിയിട്ട് വരുമ്പോഴേക്കും നിങ്ങൾ ഇൻഗ്രീഡിയൻസ് ഒന്ന് കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഇതാ ഒരു ബൗളും ഒരു സ്പൂണുമാണ് നമുക്ക് ആദ്യം ആവശ്യം. ഇതാ പാലാണ് എടുത്തിരിക്കുന്നത്. പാല് നമുക്കിതാ ഒരു സ്പൂണ് പാൽ മതി കേട്ടോ, ഒരു സ്പൂൺ മതി. ഡെയിലി നമുക്ക് ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയതാണ് ഞാൻ പറയണത്. ഒരു സ്പൂൺ പാലെടുക്കുക. പാലിലേക്ക് നമുക്ക് ആവശ്യം, ഞാനിവിടെ വാങ്ങിയ അലോവേര ജെല്ലാണ് ഉപയോഗിക്കുന്നത്. വീട്ടിലുള്ള അലോവേര ജെല്ലാണെന്ന് വെച്ചാൽ നമുക്കിതിലേക്ക് എടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂൺ അലോവേര ജെല്ല് എടുക്കുക. ഇതിലൊഴിച്ച് ഇത് രണ്ടും കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക. ദിവസവും രാവിലെ നിങ്ങൾ ഫേസിൽ ഇത് തേച്ച് നല്ലൊരു മസാജ് കൊടുക്കുക. അങ്ങനെ വിടുക. ഉണങ്ങി കുറച്ച് നേരം കഴിഞ്ഞ് നമുക്കിത് മുഖത്ത് അത്ര വലിയ ഇറിറ്റേഷനൊന്നും ഉണ്ടാവില്ല. അതിന് ശേഷം കഴുകിക്കളയുക. നല്ല അടിപൊളി ഗ്ലോ ആയിരിക്കും ഫേസ് അന്ന് മൊത്തം. അപ്പോൾ ദിവസവും രാവിലെ ഇത് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫേസ് നല്ല കളർ വരാൻ നല്ലപോലെ നമ്മളെ സഹായിക്കണം. നല്ലൊരു എന്താ പറയുക, മിൽക്ക് ജെല്ല് എന്ന് തന്നെ പറയാം നമുക്കിതിന്. അത്രയ്ക്ക് നല്ലതാണ് കേട്ടോ. ഇത് മിക്സ് ചെയ്തില്ലേ, ഇത് നമുക്ക് ദിവസവും രാവിലെ ഉണ്ടാക്കിയാൽ മതി ഫ്രഷായിട്ട്. ഇനി നിങ്ങൾക്ക് പാല് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ മോരുണ്ടെങ്കിൽ മോരിൽ നിങ്ങൾക്ക് ഇതുപോലെ മോരൊഴിക്കുക. അതിന് ശേഷം അലോവേര ജെല്ല് വീട്ടിലുള്ളതാണെന്ന് വെച്ചാൽ വീട്ടിലുള്ളത്, അല്ലച്ച ഇതുപോലെ വാങ്ങിയ അലോവേര ജെല്ല് മിക്സ് ചെയ്യുക. അതിന് ശേഷം ഇത് ഞാനിതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാനിപ്പോൾ മുഖം കഴുകിയിട്ട് വന്നു, കഴുത്തും കഴുകി. നല്ല അടിപൊളിയാണ്, കണ്ടില്ലേ? നമ്മുടെ സ്കിന്നൊന്ന് പെട്ടെന്നൊരു എന്താ ഒരു വെളിച്ചം കിട്ടിയ പോലെയൊക്കെ നമുക്ക് തോന്നും. എന്താണെന്ന് ചൂർന്ന് നമ്മുടെ അഴുക്കൊക്കെ കളയുകയാണ്. നിങ്ങൾ കണ്ടുമല്ലോ ഇതിൽ എന്താ ഇൻഗ്രീഡിയൻസ് എന്നുള്ളത്. പാലാണ്. നമ്മുടെ പാല് വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ എണ്ണമെഴുക്ക് പോലെ ഉണ്ടോ അല്ലെങ്കിൽ ഇത് ഓയിലി ആണോ എന്നുള്ള ആ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഒരു ഓയിലി അല്ല. കുറച്ച് പാലെടുത്തിട്ട് നമ്മൾ അതിൽ അലോവേര ജെല്ലും കൂടി മിക്സ് ചെയ്യുമ്പോൾ, വീട്ടിലെ നാച്ചുറൽ അലോവേര ജെല്ലാണെന്ന് വെച്ചാൽ അത്രയും നല്ലതാണ്. ഞാൻ പൊട്ടിച്ച് വയ്ക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഇതിട്ട്. ഇനി ചെയ്യുമ്പോൾ അത് പൊട്ടിച്ച് വെച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നമുക്ക് എന്താ മഞ്ഞക്കറ പോയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുകയെന്ന് വെച്ചാൽ ആവശ്യാനുസരണം നമുക്കിത് നമ്മൾ ചീർപ്പ് കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ അങ്ങനെ ചെറിയൊരു കഷ്ണം മുറിച്ച് നമ്മളിങ്ങനെ ചീക്കി കൊടുത്തു കഴിഞ്ഞ് പറഞ്ഞാൽ ഈ പാലിക്കാക്കിയിട്ട് നമുക്ക് അപ്പം തന്നെ ഒരു മസാജ് കൊടുക്കണം. നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതും നല്ല അടിപൊളി തന്നെയാണ്. എന്ന് വെച്ചാൽ നാച്ചുറലിൻ്റെ ആ ഒരു റിസൾട്ട് അതൊന്ന് വേറെ തന്നെയാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് നല്ല അടിപൊളിയായിട്ട് എപ്പോഴും റിസൾട്ട് തരുന്ന ഒരു സാധനമാണ്. നിങ്ങൾ ചെയ്യാത്തവർ, ചിലരൊക്കെ ഇതിപ്പോൾ ചെയ്ത് നോക്കണവരുണ്ടാവും. അങ്ങനെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു മുഖത്ത് വരുന്ന ഒരു വ്യത്യാസം നല്ലപോലെ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.